ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റി സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. പത്തരമാറ്റി ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ തന്നെയാണ് പറയാൻ പോണത്. അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി നന്ദുവിൻ്റെ വീട്ടിലേക്ക് രാത്രി വരുന്നുണ്ട്. നന്ദു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശേഷം അനിയും നന്ദും തൻ്റെ പരാതികളും പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അനി പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയതാടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് നന്ദു പറയണ്ടേ, എന്ത് ചെയ്യാനാ, കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ പാർട്ടിക്കും ഇങ്ങനെയായി, ഇപ്പം ദേ ഇവിടെ ഇങ്ങനെയായി. ആ നവീൻ തന്നോട് എന്തിനും പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. എപ്പോഴും പാർട്ടി വെച്ചാൽ അത് നവീനേട്ടന് വരാനാണ് ദൈവനിയോഗം എന്നൊക്കെ രീതിയിലൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. നവീനേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആനി മനസ്സിൽ വിചാരിക്കേണ്ടതും നവീൻ അങ്ങനെ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ അനി നന്ദുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നന്ദു അതൊന്നും വേണ്ട, ദേ അമ്മ അച്ഛന് ചെറിയ ശബ്ദം കേട്ട് എഴുന്നേക്കും, ഞാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അകത്ത് കയറി പോവാണ്. അങ്ങനെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. പിണക്കവും പരിഭവവും ഒക്കെ മാറ്റിയിട്ട് നന്ദുവിനെ ഒന്ന് കാണാനെങ്കിലും പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതേസമയം നവീനാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് ആലോചിക്കുകയാണ്, അനി എപ്പോൾ പാർട്ടി വെച്ചാലും അവിടെ അനിക്ക് വരാൻ പറ്റാറില്ല, തനിക്കാണ് അവിടെ എത്താൻ പറ്റണത്. അപ്പം അതിനർത്ഥം എന്താണ്? നന്ദു തനിക്കുള്ള പെണ്ണാണ്, തനിക്ക് അവകാശപ്പെട്ടതാണ് നന്ദു, അതുകൊണ്ട് നന്ദുവിനെ തൻ്റെ കൈകളിൽ തന്നെ വീണ്ടും വീണ്ടും കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാണ് നവീൻ കേട്ടോ. നവീൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കണം നമ്മുടെ നയനേനെയാണ്. നയനയെടുത്ത് ആദർശ് പറയുന്നുണ്ട്, എന്നെ സേവ്യർ വിളിച്ചിരുന്നു, ഞാൻ സേവ്യറിൻ്റെ അടുത്ത് വരെ പോകുകയാണ്. അന്ന് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ അയാളുടെ ആ ഒരു കിങ് ഓഫ് കോബ്ര എന്ന് പേരിൽ അറിയപ്പെടുന്ന ആളുടെ ഒരു ചെറിയൊരു രേഖാചിത്രം അവൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രേഖാചിത്രം എടുക്കാൻ വേണ്ടി ഞാൻ അവിടേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കൊന്ന് അമ്പലം വരെ പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ, അത് നീ എലിസബത്ത് ചേച്ചിയായിട്ട് പോയിട്ട് വാ, ഞാൻ സേവ്യറിനെ കണ്ടിട്ട് വരാം എന്ന് നമ്മുടെ ആദർശം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. നാളെ നമ്മൾ മുത്തശ്ശനെ കാണാൻ വേണ്ടി നയന പോകുന്ന സമയത്ത് തന്നെയാണ് ആദർശ് സേവ്യറെ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ സേവ്യർ ഇത് ചോദിക്കേണ്ട, നീ ആ ഏകദേശം രേഖാചിത്രം വരച്ചിട്ടുണ്ടോ? ഉണ്ടെടാ. അയാളുടെ മുഖം പല പല ആപ്പുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് അയാളുടെ മുഖം ക്ലിയർ ആക്കി, എന്നാലും മാസ്ക് വെച്ചാൽ അത്രയും ഭാഗം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഏകദേശം അയാൾ എങ്ങനെയായിരിക്കുന്നത്, നല്ല കണ്ണും പിരികവും ആ ഒരു ഹെയർ സ്റ്റൈലും അയാളുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാളുടെ മൂക്കും ചുണ്ടും ഏകദേശം എങ്ങനെയാണെന്ന്. അങ്ങനെ നല്ലൊരു ചിത്രകാരനെ കൊണ്ടുവന്നിട്ട് ഞാൻ അയാളുടെ ഒരു കാരിക്കേച്ചർ ഫോട്ടോ പോലത്തെ ഒരു പടം വരച്ചിട്ടുണ്ട് എന്ന് പറയണം. എവിടെ കാണട്ടെ, ഇനി എനിക്ക് പരിചയമുള്ള വല്ലവരും ആണോ എന്ന് അറിയാനായിട്ടാണ്, ഒന്ന് നോക്കട്ടെ എന്ന് ആദർശ് പറയാണ്. അങ്ങനെ സേവ്യർ ആ ഒരു ഫോട്ടോ നമ്മുടെ ആദർശിനെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ആദർശിന് അയാളെ കാണുമ്പോൾ മനസ്സിലാവില്ല. കാരണം ആദർശ് ഈ നാഗേന്ദ്രനെ കണ്ടിട്ടൊന്നുമില്ല. അതൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് തന്നെ ഇവർ ഉപേക്ഷിച്ച് പോയതാണല്ലോ. അതായത് അവന്തിക ജനിച്ച സമയത്ത്, അവന്തികക്കൊന്ന് 3 മാസം എന്നുള്ള സമയത്താണ് നാഗേന്ദ്രൻ നാട് വിട്ടു പോണത്. അപ്പം അതുകൊണ്ട് തന്നെ ആദർശിന് അത് ഒട്ടും ഓർമ്മയില്ല. അപ്പം ഇങ്ങനെ പറയണ്ട ആദർശ്, ഇയാളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് സേവ്യർ പറയണ്ട, എന്തായാലും നിനക്ക് പരിചയമുള്ള ഒരാൾ തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഇത്രയും കറക്റ്റായിട്ട് ഇയാൾ അറിയില്ലല്ലോ. എന്തായാലും ഈ രേഖാചിത്രം നീ കൊണ്ടുപോയിക്കോ, ഞാൻ നിന്റെ ഫോണിലേക്ക് അയച്ചുതരാം. പിന്നെ ദേ ഈ ഫോട്ടോയും കയ്യിൽ പിടിച്ചോ. നിന്റെ മുത്തശ്ശനോടോ മുത്തശ്ശിയെടുത്തോ അങ്ങനെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പരിചയം ഉണ്ടാവും. ചിലപ്പോൾ നിനക്ക് മുമ്പേ മുത്തശ്ശനാണല്ലോ മൂർത്തീസ് ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ മുത്തശ്ശനായിരിക്കും കുറച്ചുകൂടി നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ജ്വല്ലറിക്കാരെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുന്നത്. അവിടെ മുത്തശ്ശനെ ഒന്ന് കാണിച്ചു നോക്കി, ചിലപ്പോൾ മുത്തശ്ശന് ചിലപ്പോൾ ആളെ തിരിച്ചറിഞ്ഞാലോ എന്ന് സേവ്യർ പറയണ. അത് നീ പറഞ്ഞ ശരിയാടാ, മുത്തശ്ശന് ഇപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇയാളെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. ഞാൻ ഈ ഫോട്ടോ ഞാൻ മുത്തശ്ശനായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല, എങ്ങനെയെങ്കിലുമൊക്കെ മുത്തശ്ശൻ്റെ അടുക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ നോക്കാം എന്ന് ആദർശ് പറഞ്ഞിട്ട് ആ രേഖാചിത്രമായിട്ട് ആദർശ് വീട്ടിലേക്ക് പോവാട്ടോ. അതേസമയം നയന നമ്മുടെ മുത്തശ്ശനെ കാണാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നുണ്ട്, മുത്തശ്ശനായിട്ട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശനും നയനയും തമ്മിലുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നയന ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് വരുവാണ്. നയന വീട്ടിലേക്ക് വരുമ്പോഴേക്കും ആദർശ് ചോദിക്കേണ്ടത്, നീ അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു, മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു. ഇന്നെന്തോ അമ്പലത്തിൽ പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം. മുത്തശ്ശനെ കണ്ടായിരുന്നോ? കണ്ടില്ല എന്ന് നയന കള്ളം പറയണം. ശേഷം നയന പറയണ്ട, അല്ല സേവ്യറേട്ടനെ കണ്ടായിരുന്നോ? എന്താ ഈ രേഖാചിത്രം വരച്ചോ? അയാളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചെന്നേ എന്ന് പറയണം. അങ്ങനെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം നയനന്. നയന പറയണ്ട, ഇങ്ങനത്തെ ഒരാളെ കണ്ടതായിട്ട് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയണ്ട, എനിക്ക് തന്നെ അയാളെ കണ്ടതായിട്ട് ഓർമ്മയൊന്നുമില്ല. പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും എവിടെയാന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് മുത്തശ്ശനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയണം. നയന പറയണ്ട്, അത് ശരിയാണ്. എന്തായാലും ആദർശയുടെ കമ്പനി വരുന്ന മുമ്പ്, ജ്വല്ലറി വരുന്ന മുമ്പ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് മുത്തശ്ശനാണല്ലോ. അതുകൊണ്ട് മുത്തശ്ശന് ഇയാളെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശനോട് തന്നെ ചോദിക്കാം. അല്ല എങ്ങനെ ചോദിക്കും? നീയും മുത്തശ്ശനോട് സംസാരിക്കാറില്ല, ഞാനും സംസാരിക്കില്ല. നമുക്ക് അനീനെ കൊണ്ട് ചോദിപ്പിക്കാം. അനി ഈ ഫോട്ടോ ഒന്ന് കാണിച്ചു നോക്കട്ടെ. എന്നിട്ട് അനി ചോദിക്കട്ടെ ആരാണെന്ന്. മുത്തശ്ശനെ പരിചയമുള്ളവരാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആദർശേട്ടാ, ഇയാൾ തന്നെയാണ് കിങ് ഓഫ് കോബ്ര. ആ പേരിൽ അറിയപ്പെടുന്നത് ഇയാൾ തന്നെയാണ്. AN ജ്വല്ലറിയുടെ ഓൾ ഇൻ ഓൾ ഇയാളാണ് എന്ന് പറയണം. അത് നീ പറഞ്ഞത് ശരിയാണ്. എന്തായാലും അനിയനൊന്ന് വിളിക്കാം. പിന്നെ ഈ ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഞാൻ അപ്പം തന്നെ വാട്സപ്പ് ചെയ്ത് നമ്മുടെ നന്ദുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. നന്ദുവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്ദുവിനെ നമ്മൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ശരിയായി നല്ല കാര്യം ആദർശേട്ടാ. എന്തായാലും നന്ദു വഴി അന്വേഷിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴി അന്വേഷിക്കുക എന്ന് പറയണം. അങ്ങനെ ആ ഒരു ഫോട്ടോ നമ്മുടെ നന്ദുവിന്റെ മൊബൈലിലേക്കും അനിയുടെ മൊബൈലിലേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അനി പറഞ്ഞിട്ട് ഇയാൾ ആരായിട്ടാ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു മുഖമുള്ള ഒരാളെ കാണുന്നത്. അതേടാ, പക്ഷെ ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ കണ്ട ഒരു ഓർമ്മ, അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ഇയാളുടെ ഫോട്ടോ ഒന്ന് മുത്തശ്ശനെ കാണിച്ചു നോക്ക്. എന്നിട്ട് മുത്തശ്ശൻ എങ്ങാനും അറിയാമോ എന്ന് ചോദിക്കുക. മുത്തശ്ശൻ എങ്ങാനും ഒരു രേഖാചിത്രം മാത്രമാണ്, കറക്റ്റ് എക്സാക്റ്റ് ഇയാൾ ഇങ്ങനെ തന്നെ ആവണമെന്നും നിശ്ചയമൊന്നും ഇല്ല. എന്നാലും ഇത് കാണിച്ചു കൊടുക്കുക, മുത്തശ്ശനെ അറിയാൻ പറ്റുമെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ശരി ആദർശേട്ടാ, ഞാനൊന്ന് പോയിട്ട് മുത്തശ്ശനെ കാണിച്ചു കൊടുക്കാം എന്ന് നമ്മുടെ അനിയും പറയുന്നുണ്ട്. അങ്ങനെ അനി അവിടെ നേരെ പോകുകയായിട്ട് നമ്മുടെ മുത്തശ്ശനെ അടുത്തേക്ക് ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാനായിട്ട്. അവിടെയാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് വരുന്നത്. അങ്ങനെ നമ്മുടെ അനി ഈ ഫോട്ടോ കാണിച്ചിട്ട് മുത്തശ്ശനോട് ചോദിക്കണം, മുത്തശ്ശ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു രേഖാചിത്രമാണ്, ഒരു കാരിക്കേച്ചർ പോലത്തെ ഒരു ഫോട്ടോയാണ്. ഇയാളെ മുത്തശ്ശൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മുത്തശ്ശനെ മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മുടെ നാഗേന്ദ്രനാണ്, ജലജയുടെ ഭർത്താവാണത്. അത് കാണുന്ന മുത്തശ്ശൻ ആദ്യം അന്യടുത്ത് ചോദിക്കുക, ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി, ഇയാളെ നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല, ഞാൻ ചോദിച്ചതാണ്. അല്ല അനിയുടെ നമ്മുടെ നന്ദുവിന്റെ സ്റ്റേഷനിലെ എന്തോ ഒരു പിടികിട്ടാപ്പുള്ളി എന്നൊക്കെ പറഞ്ഞ് വന്ന ആളായത്. ആര്, ഇയാളോ? നന്ദുവിന്റെ പോലീസ് സ്റ്റേഷൻ. അതെ, വെറുതെ നീ കള്ളം പറയരുത്, വേറെ എന്തോ കേസ് കേട്ടിട്ടുണ്ട്, സത്യം പറയടാന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ആദർശേട്ടനൊരു സംശയം, മുത്തശ്ശനകത്ത് പറയരുത്, ഈ കിങ് ഓഫ് കോബ്ര എന്നൊക്കെ പറയണ്ടല്ലോ AN ജ്വല്ലറിയുടെ CEO, അത് ഇയാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയം. ഇയാളോ? എന്താ മുത്തശ്ശന് ഇയാളെ അറിയാവോ? എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആ ഫോട്ടോ കൊടുക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അത് പറയുന്നില്ല, നാഗേന്ദ്രനാണ്. അപ്പൊ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മുടെ ഇങ്ങനെ പറയാൻ പോകുമ്പോഴേക്കും അവനൊന്നും അല്ല എന്ന് മുത്തശ്ശൻ പറയാണ്. അപ്പൊ എനിക്ക് പിന്നെ സംശയം, ഇവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന്. അനി നേരെ തന്റെ അമ്മയടുത്ത് പോയി ചോദിക്കുകയാണ്, അമ്മേ ഇയാൾ അമ്മക്ക് പരിചയമുണ്ടോന്ന്. നമ്മുടെ അമ്മക്ക് പരിചയമുണ്ടല്ലോ. അമ്മ പറയണ്ടാവും, ഇയാളോ, ഇയാളാണ് നമ്മുടെ ജലജയുടെ ഭർത്താവ്, നമ്മുടെ മുത്തശ്ശൻ ഇവിടുന്ന് അടിച്ചൊടിച്ച ആ ഒരു വൃത്തികെട്ടവൻ ഇയാളാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു വലിയൊരു ഉത്തരം ഇവർക്ക് കിട്ടുന്നത്. അതായത് നാഗേന്ദ്രനാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ എന്നുള്ള മഹാസത്യം. അപ്പൊ ആ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് അപ്പുറത്തേക്കുള്ള എപ്പിസോഡ്സിലൊക്കെ തന്നെ കാണാൻ വേണ്ടി പോണ കേട്ടോ. എന്തായാലും നാഗേന്ദ്രനെ കണ്ടുപിടിക്കുന്നത് ഈ രേഖാചിത്രം വെച്ച് തന്നെയാണ്, അത് 100% ഉറപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശന്റെ കയ്യിൽ ആ രേഖാചിത്രം കിട്ടുന്ന ഭാഗമാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോണത്. അപ്പൊ നാളെയും മറ്റന്നാളും, നാളെയല്ല നാളെ കഴിഞ്ഞും മറ്റന്നാൾ വ്യാഴവും വെള്ളിയും 1 മണിക്കൂർ ദൈർഘ്യമുള്ള മഹാ എപ്പിസോഡിൽ ഈ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.